ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് ഈ മോഡ്യൂളിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് എന്ന് പഠിക്കാനുള്ളത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ മോഡ്യൂൾ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ അടുത്ത മോഡ്യൂൾ കേട്ടോ, അത് നമുക്ക് എൻ്റെ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. അതുകൊണ്ട് ഈ മോഡ്യൂളിലൂടെ നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ ഏകദേശം ഒരു 85% തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയുള്ളത് അത്ര പ്രസക്തമല്ല, എന്നാൽ പോലും നമുക്ക് ഓടിച്ചിട്ടൊന്ന് പഠിക്കാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡുള്ള ടോപ്പിക്കും അല്ല. സോ കമ്മിങ് ടു ദിസ് ടോപ്പിക്, ദാറ്റ് ഈസ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നമുക്കൊരു എസ്ഐക്ക് സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കണം. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നമ്മുടെ സെൻറ്ററിലും ഉണ്ട്. സെൻട്രൽ ആർക്ക് വേണ്ടിയായിരിക്കും? ഇന്ത്യക്ക് മുഴുവനായിട്ട് നാഷണൽ. പിന്നെ സ്റ്റേറ്റിലുണ്ട്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കുണ്ട്, കേരളത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടപെടുക, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, അതുപോലെ റിപ്പോർട്ടുകൾ തേടുക, പിന്നെ അതുപോലെ എന്തൊക്കെ നിയമങ്ങൾ പാസ്സാക്കണമെന്നൊക്കെ സെൻട്രലിനും സ്റ്റേറ്റിനും ഉപദേശിക്കുക. ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടാണ്, ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി, അല്ലെങ്കിൽ പരാതി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ ചില കാര്യങ്ങൾ ഉപദേശം കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ കേട്ടുകയാണ്. അപ്പോൾ അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി, അവരുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ. പിന്നെ അതുപോലെ അടുത്ത ടോപ്പിക്ക് ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇൻ എഡ്യൂക്കേഷൻ. അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഞാൻ നോട്ട് തരുന്നത് കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാവരും അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് വലിയ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നെ ഒരു ഫാക്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അസൈൻമെൻറ്റ് ചെയ്യണമെന്നാണ് ഉള്ളതാണ്. അതുകൊണ്ട് ഇക്കണോമിക്സിലെ പിള്ളേർ അത് അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്സിലെ കുട്ടികൾ തന്നെ ചെയ്യുക. അവിടുത്തെ ടീച്ചേഴ്സിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ നോട്ട് തരാം, അതൊന്നും ഒരു കുഴപ്പമില്ല. വലിയ പ്രധാനപ്പെട്ട കണ്ടൻ്റ് അല്ലല്ലോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, സോ കമ്മിങ് ടു അവർ ടോപ്പിക്, ദ പ്രൈം ടോപ്പിക്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ് ഇൻ October 1993 ആസ് എ ബോഡി, ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് ആരും പറഞ്ഞു തന്നെങ്കിലും കേട്ടാൽ എന്താണെന്ന് തോന്നുന്ന ഒരു കാര്യം ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ് റൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ 1, പ്രൊമോഷൻ 2, അതിന് വേണ്ടിയിട്ടുമാണ് ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സ്ഥാപിച്ചിരിക്കുന്നത്. വന്നത് 1993 ആണ്. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി കമ്മീഷൻ വാസ് ബേസ്ഡ് ഓൺ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് 1993. 93 ഹ്യൂമൻ റൈറ്റ് ആക്ട് ഉണ്ട് ഇന്ത്യയിൽ പാസ്സാക്കി. ആ ഹ്യൂമൻ റൈറ്റ് ആക്ടിൻ്റെ ബേസിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, then it states that the commission is for the protector of rights relating to life, liberty, equality and dignity of the individual, guaranteed by constitution, embodied in the international conventions. അപ്പം നമുക്ക് പിടികിട്ടില്ല ഈ പറഞ്ഞേക്കുന്ന എന്താണെന്ന്. ഏകദേശം നിങ്ങൾ ആദ്യം തൊട്ടുള്ള ക്ലാസ് ഒന്ന് ഓർത്തിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടികിട്ടും. അതായത് എന്താണെന്നറിയാം, ഇറ്റ് ഈസ് എ പ്രൊട്ടക്ടർ. വാട്ട് ഈസ് ദ പ്രൊട്ടക്ടർ? The Human Rights Commission is the protector of what? Protector of the various rights given under Indian Constitution as well as in international conventions. എന്തൊക്കെ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉള്ളത്? യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ശരിയല്ലേ? ഓർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആൻഡ് ബിസൈഡ്സ് ദാറ്റ് ദർ ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, international convenant on civil and political right, on economic, social and cultural rights, ശരിയല്ലേ? ഇത്രയും ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണല്ലോ, 1, 2, 3 എന്ത് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രീറ്റീസ്, ആ ട്രീറ്റീസ് ഒന്ന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും, അതുപോലെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റും, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റുമാണ്. അപ്പോൾ അതിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ കൺവെൻഷൻസിൽ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ടറായിട്ടാണ് ആര് വരുന്നത്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പറഞ്ഞത്. അത് മാത്രമാണോ? അല്ല. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ലൈഫ്, ലിബർട്ടി, ലൈഫ് അവിടെ പറഞ്ഞ ആർട്ടിക്കിൾ 21, ലിബർട്ടി, ഈക്വാലിറ്റി, ഡിഗ്നിറ്റി, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിളിൽ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയാമ്പിളിലും അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റിലും എവിടെ? പാർട്ട് 4 അല്ലേ, പാർട്ട് 3 നമ്മൾ പറഞ്ഞ പാർട്ട് 3 അല്ലേ, ഫ്രം ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 32. അതിൽ പറഞ്ഞിരിക്കുന്ന ലൈഫ്, ലിബർട്ടി, അതുപോലെ തന്നെ ഈക്വാലിറ്റി ഒക്കെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിലും പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അത് നമുക്കൊരു ഇൻട്രഡക്ഷനായി.
ഇൻട്രസ്റ്റിൻ്റെ അകത്ത് അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു, 1 വർഷം പറഞ്ഞു, പിന്നെ അതുപോലെ ലൈഫ് ലിബർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, യൂണിവേഴ്സൽ ഡിക്ലറേഷനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് കൺവെൻഷനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ കോമ്പോസിഷൻ എന്താണ്. സെക്കൻഡ് ടോപ്പിക് related to second area of this topic. Okay, the NHRC comprises of chairman and 4 members. അതാണ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഗ്രീൻ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്, ചെയർമാൻ ആൻഡ് 4 members. ഇവിടെ ചെയർമാൻ ഉണ്ട്, 4 members ഉണ്ട്. ദി ചെയർമാൻ ഷുഡ് ബി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ്, അതാണ് സംഭവം. ഇന്ത്യയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ആര്, ചെയർമാൻ. ദി അതർ മെമ്പേഴ്സ് ഷുഡ് ബി 1 member who is or has been a judge of the Supreme Court. അപ്പോൾ അതിൽ ഒരാളെങ്കിലും സുപ്രീം കോർട്ടിലൊരു ജഡ്ജായിരിക്കും. ഓക്കെ, 1 member who is or has been ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ഒരാൾ നേരത്തെ കേട്ടോ, ഒന്നെങ്കിൽ ആയിരിക്കണം അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഉള്ള ആളായിരിക്കണം, ചീഫ് ജസ്റ്റിസ് ആയിരുന്നായിരിക്കണം. Okay, 2 members are appointed from among members having knowledge, practical experience in matters related to human rights. അപ്പോൾ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിൽ നിന്ന് ബന്ധപ്പെട്ട ഒരാളായിരിക്കണം അതായത് 3ാമത്തെ മെമ്പർ. അപ്പോൾ 3 member. ഓക്കെ, 4 members-ൽ 2 members ജഡ്ജസും ബാക്കി 2 members ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിരിക്കണം, ഒരാളല്ല 2 members. ഓക്കെ, പിടികിട്ടില്ലോ. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം അല്ലേ, constitution or composition of National Human Rights Commission. Apart from these members, the chairpersons of National Commission for Minorities, National Commission for SC/STs, National Commission for Women, etc. are ex officio members. Ex officio members എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് അധികാരമൊന്നും ഇല്ലാത്ത, മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ്. അത് ബൈ ഡിഫോൾട്ട് എന്ന് നമ്മൾ പറയല്ലേ, ഡിഫോൾട്ടായിട്ട് കിടക്കാം, ഡിഫോൾട്ടായിട്ട് ഇവർ അതിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മീറ്റിംഗ് കൂടുമ്പോൾ ഇവരെയൊക്കെ വിളിക്കാമെന്ന് തന്നെ അർത്ഥം, ഇവർക്ക് വരാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ റൈറ്റാണ് അല്ലേ, ശരിയല്ലേ, മൈനോറിറ്റീസിൻ്റെ റൈറ്റ്, SC/STസിൻ്റെ റൈറ്റ്, അതുപോലെ വിമൻ്റെ റൈറ്റ്. അപ്പോൾ അവരൊക്കെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും, ക്ഷണിതാക്കളായിരിക്കും, പ്രത്യേക ക്ഷണിതാക്കൾ. ഓക്കെ, ദെൻ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ്സ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി NHRC. അപ്പോൾ ആരാണ് പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓഫ് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി 6 member കമ്മിറ്റി കൺസേൺ ദി പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ലോക്സഭ സ്പീക്കർ ആൻഡ് ദി ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ എക്സെട്ര, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി രാജ്യസഭ. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും തോന്നിക്കുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റാണ്. പക്ഷേ പ്രസിഡൻറ്റ് ഭയങ്കര പവറൊന്നും ഇന്ത്യയിലെ സെറ്റപ്പ് ഇല്ലല്ലോ. പ്രസിഡൻറ്റ് എങ്ങനെയാണ് പവർ കിട്ടുന്നത്, പ്രസിഡൻറ്റിനോട് ഇത് അപ്പോയിൻറ്റ് ചെയ്യാൻ ആരാ പറയുന്നത്, 6 member സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്, NHRCയിലെ ചെയർമാൻ 4 members അപ്പോയിൻറ്റ് ചെയ്യുന്ന 6 members കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, ലോക്സഭ സ്പീക്കർ, ലീഡേഴ്സ് ഓഫ് ദി ഓപ്പോസിഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി രാജ്യസഭ, അവരെല്ലാം കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അത് റെക്കമെൻഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റിനോട്, പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ദാറ്റ് ഈസ് അബൌട്ട് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി NHRC. കമ്മിങ് ടു ദ functions of the NHRC according to the Protection of Human Rights Act of 1993. അത് പറയുന്നത് ഫങ്ഷൻസ്, NHRCയുടെ ഫങ്ഷൻസ് ആണ് പറയുന്നതാണ്. 1, ടു എൻക്വയർ ഓൺ ഇറ്റ്സ് ഓൺ ഓർ ഓൺ എ പെറ്റീഷൻ, പെറ്റീഷൻ പ്രസൻറ്റഡ് ബൈ എ വിക്ടിം ഓർ എനി പേഴ്സൺ ഓൺ ഹിസ് ബി ഓൺ കംപ്ലൈൻറ്റ് ഓർ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നെഗ്ലിജൻസ് ഓഫ് പ്രിവെൻഷൻ ഓഫ് സച്ച് വയലൻസ് ബൈ എ പബ്ലിക് സർവൻറ്റ്. അപ്പോൾ ഒരു പൊതു ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള രീതിയിൽ, പോലീസിൽ നിന്നായിരിക്കട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നായിരിക്കട്ടെ, എന്താണ് ഒരു റൈറ്റ് വയലേഷൻ വന്നു, ഒരു മനുഷ്യാവകാശ വയലേഷൻ വന്നു. ആ വയലേഷൻ്റെ മേലുള്ള കംപ്ലൈൻ്റ് ആയിട്ട് ഏത് വ്യക്തിക്കും ഒരു പെറ്റീഷൻ കൊടുക്കാം. ആ പെറ്റീഷൻ്റെ മേലിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ത് ചെയ്യണം, സ്റ്റഡി നടത്തണം, എൻക്വയറി നടത്തണം, അന്വേഷണം നടത്തണം. എൻക്വയറി എന്താണ്, അന്വേഷണം നടത്തണം. അത് ഒരു സൈഡാവട്ടോ. രണ്ടാമത്തെ സൈഡ് ഓൺ ഇറ്റ്സ് ഓൺ എന്നാണ് പറഞ്ഞേക്കുന്നത്, എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അന്വേഷണം നടത്താം, ആരും ഒന്നും പറയുന്നും വേണ്ട. നമ്മൾ കേട്ടില്ല പത്രത്തിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്വമേധയാ കേസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയും എന്ന് പറയുന്ന പോലെ. അപ്പോൾ സ്വമേധയാ ഇവർക്ക് അന്വേഷണം നടത്താം. അതുപോലെ ആരെങ്കിലും ഇവർക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണം നടത്താം. പരാതി കൊടുക്കുമ്പം ആരാ കൊടുക്കുന്നത്, വിക്ടിം ആയിരിക്കണം. വിക്ടിം എന്ന് പറഞ്ഞാൽ എന്താ, ഇര, അത് ബുദ്ധിമുട്ട് നേരിട്ട ആൾ ഓർ എനി പേഴ്സൺ ഓൺ ഹിസ് ബി ഇൻ ടു കംപ്ലൈൻറ്റിൻ്റെ ഭാഗത്ത് വേണ്ട, പരാതി കൊടുക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരാൾക്ക് വിക്ടിമിൻ്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും പരാതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തും. ദെൻ ഇൻ്റർവ്യൂ ഇൻ എനി പ്രൊസീഡിങ്സ് ഇൻവോൾവിങ് എനി അലിഗേഷൻ ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ബിഫോർ ദി കോർട്ട് വിത്ത് ദ അപ്രൂവൽ ഓഫ് സച്ച് കോർട്ട്. അപ്പോൾ ഒന്നെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഒരു പരാമർശ വിഷയമുണ്ട്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലിൽ ഇവർക്ക് ഒരു ഇൻ്റർവെൻഷൻ നടത്താം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണല്ലോ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച്. കോടതിയുടെ മുമ്പിലുള്ള വിഷയമുണ്ടെങ്കിൽ കോടതിയുടെ ആ
അപ്രൂവലോടെ ഈ ഹ്യൂമൻ റൈറ്റ് വയലേഷനെ കുറിച്ചൊരു അല്ലെങ്കിൽ ആ ഒരു കേസിലൊരു ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അധികാരമുണ്ട്. ദെൻ വിസിറ്റ് എനി ജയിൽ ഓർ ഡിറ്റൻഷൻ പ്ലേസസ് ടു സ്റ്റഡി ദി ലിവിങ് കണ്ടീഷൻസ് ഓഫ് ദി ഇൻമേറ്റ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ദെയർ ഓൺ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ജയിലിലേക്ക് പരിശോധന നടത്തുക, അല്ലെങ്കിൽ ആളുകളെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഡിറ്റൻഷൻ സെൻറ്റർ, അങ്ങനെയുള്ളത് ഡിറ്റൻഷൻ സെൻറ്ററൊന്നും ഇല്ല കേട്ടോ, ഇന്ത്യ വളരെ കുറവാണ്. അപ്പോൾ അവിടെ വിസിറ്റ് നടത്തുക, അവിടെ താമസിക്കുന്ന ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാലായിരിക്കും കുറ്റവാളികളായിരിക്കും, അവരുടെ അവസ്ഥയെക്കുറിച്ച് സ്റ്റഡി നടത്തുക. ഈ സ്റ്റഡി നടത്തിയാൽ മാത്രമാണ് റെക്കമെൻഡേഷൻ നടത്തുക. ഇതെല്ലാം ഇവരുടെ ജോലിയാണ്. ആരുടെ ജോലി? ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ജോലി അതാണ്. ഈ നാലാമത്തെ, റിവ്യൂ ദി സേഫ് ഗാർഡ്സ് പ്രൊവൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡ് ദി മെഷേഴ്സ് ഫോർ ദർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പം നമ്മുടെ രാജ്യത്തൊരു നിയമമാണെന്ന് വിചാരിക്കും, ഉദാഹരണത്തിന് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ. ഓക്കെ, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതെന്ത് പറയുന്നതെന്ന് നോക്കിയിട്ട് അതിന് പ്രകാരമുള്ള മെഷേഴ്സ് നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക. അതും ഇവരുടെ ജോലിയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. സേഫ് ഗാർഡ്സ്, എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെഷേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, മറ്റ് നിയമങ്ങളിലുണ്ടോ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അത് പഠിച്ചിട്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും മെഷേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുക, നല്ലതായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ റിവ്യൂ ദി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആക്ട്സ് ഓഫ് ടെററിസം. ഇത് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ടെററിസ്റ്റുകൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ സ്റ്റഡി നടത്താനും നിയമനിർമ്മാണം നടത്താനും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. നിയമനിർമ്മാണമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോളപ്പ് നടത്താൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. ഇൻക്ലൂഡിങ് ആക്ട്സ് ഓഫ് ടെററിസം ദാറ്റ് ഇൻഹിബിറ്റ് എൻജോയ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റെക്കമെൻഡ് അപ്രോപ്രിയേറ്റ് റെമഡിയൽ മെഷേഴ്സ്. നമുക്ക് നമ്മൾ ടെററിസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ എൻജോയ്മെൻറ്റ് മറ്റ് റൈറ്റുകളെല്ലാം തടസ്സപ്പെടുത്തുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും റെമഡി മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാം. അണ്ടർടേക്ക് ദി പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ് റിസർച്ച് നടത്താൻ സിമ്പിളായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. സ്പ്രെഡ് ഹ്യൂമൻ റൈറ്റ് ലിറ്ററസി എമംഗ് വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇതുകൊണ്ടാണല്ലോ, ഹ്യൂമൻ റൈറ്റ് പഠിക്കുന്നത് എന്താ? ഹ്യൂമൻ റൈറ്റ് ലിറ്ററസി വേണം. എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. നമ്മൾ വഴിപടപ്പം നായെ പോലും കല്ലെടുത്തെറിയരുത് നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാണില്ല. വെറുതെ പോകുന്ന ജീവികളെ കൊല്ലരുത്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ പഠിക്കുന്ന ആ സമൂഹത്തിൽ നമ്മൾ ആരൊക്കെയോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു, നമ്മുടെ പിന്നെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നാട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. ശരിയല്ലേ? നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ജീവികളുണ്ട്, അവയെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ തന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അവരെല്ലാം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്കുള്ള റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണം. ലിറ്ററസി ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. എൻകറേജ് എഫേർട്സ് ഓഫ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, NGO എന്ന് കേട്ടിട്ടില്ല. ഓക്കെ, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്കിംഗ് ഇൻ ദി ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏരിയ വർക്ക് ചെയ്യുന്ന NGOകളെ സപ്പോർട്ട് ചെയ്യാം. ദെൻ അണ്ടർടേക്ക് ഫങ്ഷൻസ് നെസസറി ഫോർ ഹ്യൂമൻ റൈറ്റ്. വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ അതൊക്കെ നടപ്പിലാക്കുക. ദെൻ ദി NHRC ഹാസ് ടേക്കൻ സെവറൽ ഇൻസ്റ്റൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ടേക്കൻ ആക്ഷൻ. ഒത്തിരി ഹ്യൂമൻ റൈറ്റ് വയലേഷൻ്റെ കേസിൽ NHRC ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാവുന്നതും അല്ലാത്ത കേട്ടിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഓരോന്നും ചിലപ്പോൾ കേട്ട് കാണും. അപ്പോൾ എവിടെയൊക്കെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഉണ്ടോ അവിടെയൊക്കെ ആരും ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഇടപെടാം. കേസുകൾ റെഫർ ചെയ്യാം, ഗവൺമെൻറ്റിനോട് സജഷൻസ് കൊടുക്കാം. ഫങ്ഷനിങ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഹെൽപ്പ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആസ് വെൽ ആസ് പ്രൊപ്പഗേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അവയർനെസ്. അപ്പോൾ ഇവരുടെ ഫലമായിട്ട് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തു. ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അവയർനെസ് കൂടി. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് ലിറ്ററേറ്റ് ആയിത്തീർന്നു. നമ്മളതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചു. ശരിയല്ലേ? നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യവും യൂണിവേഴ്സൽ ഡിക്ലറേഷനൊക്കെ പഠിച്ചെന്താ ഇങ്ങനെയൊരു സംഭവം വന്നോണ്ടാണ്. ശരിയല്ല? സിലബസിൻ്റെ മാൻഡേറ്ററി ആയിട്ട് ഉൾക്കൊള്ളിക്കണമെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനിൽ ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇത് അത്ര പ്രധാനപ്പെട്ടതല്ല, നമുക്ക് പഠിക്കേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ നമുക്കറിയാമല്ലോ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഏറ്റവും വലുത്. ഇത് ഓരോ സംസ്ഥാനത്തിലും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആർ ഫോംഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. ഇറ്റ്സ് വെരി സിമ്പിൾ. ദി ഹ്യൂമൻ റൈറ്റ് ആക്ട് ഓഫ് 1993 പ്രിസ്ക്രൈബ്സ് ദി ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരിക്കണം. ദെൻ a state human rights commission can inquire into violation of human rights related to subjects covered under the state list and concurrent list in the 7th schedule of the Indian Constitution. concurrent list 7th schedule കേട്ടോ. concurrent list എന്ന് ഞാൻ അറിയാം, സെൻട്രലിൻ്റെ അധികാരത്തിലും സ്റ്റേറ്റിൻ്റെ അധികാരത്തിലും വരാത്ത കാര്യങ്ങളാണ് concurrent list വരുന്നത്. ആ കാര്യങ്ങളും നമ്മളെവിടെ എവിടെ അതിലും കാര്യങ്ങൾ അന്വേഷണങ്ങൾ നടത്തണം. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അന്വേഷണങ്ങൾ നടത്താം. ഓക്കെ, സോ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്ന കാര്യങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിനും സെൻട്രൽ ലിസ്റ്റിലും അല്ലാതെ 7th ഷെഡ്യൂളിൽ വരുന്ന കൺകറന്റ് ലിസ്റ്റ് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്തം ഹ്യൂമൻ റൈറ്റ് കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്ന ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനാണ്. ഇനി നമുക്ക് അതിൻ്റെ കോമ്പോസിഷൻ നോക്കാം. എന്താണ് ഇതിൻ്റെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. ദ ഹ്യൂമൻ റൈറ്റ് ആക്ട് 2006
റെക്കമെൻഡ്സ് ഫോർമേഷൻ ഓഫ് ദി സ്റ്റേറ്റ് HRC ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കേട്ടോ. HRC കൺസിസ്റ്റ് ഓഫ് 3 members, മനസ്സിലായല്ലോ. 1 ചെയർമാനും 4 members ആയിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഇവിടെ മൊത്തം 3 ഉള്ളൂ. അതിൻ്റെ ഒരാൾ ചെയർമാനായിരിക്കും, ബാക്കി 2 പേരായിരിക്കും. ശരിയല്ലേ? ഇവിടെ 5 പേരുള്ളപ്പോൾ ഇവിടെ 3 പേരുള്ളൂ. കാരണം സ്റ്റേറ്റിലല്ലേ, അത്രേ ആവശ്യമുള്ളൂ. സെക്കൻഡ്, ദി ചെയർപേഴ്സൺ ഷുഡ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈ കോർട്ട്. മറ്റേതെങ്ങനെയായിരുന്നു? സുപ്രീം കോർട്ടായിരുന്നു. ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് അപ്പോയിൻറ്റ്സ് ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് കമ്മിറ്റി ഹെഡ് ബൈ ദി ചീഫ് മിനിസ്റ്റർ. നമ്മുടെ സെൻട്രലിലെ അതേപോലെയുള്ള പ്രൊസീജിയർ ഇവിടെ എന്തിന്? ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പം നമ്മൾ ഹൈക്കോർട്ടിലെ ആളായിരിക്കും, റിട്ടയർഡ് ജഡ്ജി ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പോയിൻമെൻറ്റ് ചെയ്യ് അതർ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവർണർ ആയിരിക്കും, പക്ഷേ അവരെ റെക്കമെൻഡ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ചീഫ് മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷനാണ് ഈ 3 പേരും അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇവരുടെ ജോലിയൊക്കെ എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തിൽ സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയ്യുന്ന പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരും നടത്തുക. സ്റ്റഡി ചെയ്യുക, വിസിറ്റ് ചെയ്യുക, എന്തെങ്കിലും കേസുണ്ടെങ്കിൽ പരിഹരിക്കുക. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കീഴിലായിരിക്കും എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെടാനുള്ള അധികാരമുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആവശ്യം ഇടപെടില്ല. തീർച്ചയായിട്ടും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഇടപെടും. അവരുടെ ഇടപെടലാണ് ഇവരെക്കാളും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനേക്കാളും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദീസ് 2 topics, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഓക്കെ, സോ നമുക്ക് ആ ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ കണ്ടതാണ് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. കോമ്പോസിഷനൊക്കെ നോക്കി നമുക്ക് പഠിപ്പിച്ചാൽ അതിൽക്കുള്ള നമ്മൾ ഭയങ്കര കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കേസ് സ്റ്റഡീസ് ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, കാരണം കേസ് സ്റ്റഡീസൊക്കെ ഭയങ്കര വിവാദപരമായിട്ടുള്ള കേസ് സ്റ്റഡീസൊക്കെ കുറേ ഉണ്ട്. അപ്പം നമുക്കറിയാലോ, അപ്പോൾ അതിലൊക്കെ ഇവർ ഇടപെടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കേസ് സ്റ്റഡീസ് പോലെ നോക്കാവുന്നതാണ്. ഞാനത് കേസ് സ്റ്റഡീസ് ഒന്നും പറയാത്തത് അങ്ങനെ ഉണ്ടോ, വേണമെങ്കിൽ നമുക്ക് അടുത്ത് ഞാൻ നോട്ടിൻ്റെ അത് ആഡ് ചെയ്യാം. കേസ് സ്റ്റഡീസ് അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല, എന്നാലും 1-2 പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഒരു എസ്ഐക്ക് വരാനുള്ള സാധ്യത ചിലപ്പോൾ കാണും, ചിലപ്പോഴേ ഉള്ളൂ. സാധാരണ പാരഗ്രാഫ് രീതിയിലാണിത് ചോദിക്കാറ്. നമുക്ക് ഒരു വർഷത്തെ പരീക്ഷയിലേ കഴിഞ്ഞുള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ടോപ്പിക്. റിമെമ്പർ, ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇൻ എഡ്യൂക്കേഷൻ. അത് നിങ്ങൾ തന്നെ ചെയ്യണം. വലിയ കുഴപ്പമൊന്നുമില്ല, അല്ല ഞാൻ നോട്ട് തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും അത് നിങ്ങൾ ഒരു വർക്കെങ്കിലും തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും, അസൈൻമെൻറ്റ് രീതിയിൽ. അപ്പം ഇക്കണോമിക്സിലെ കുട്ടികൾ ഓർക്കുക, നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യണം. ഫിസിക്സിലെ കുട്ടികളോട് അസൈൻമെൻറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അപ്പോൾ എന്നാലും നിങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെഴുതിയാലും അതിൻ്റെ കീഴിൽ ഹ്യൂമൻ റൈറ്റ്, നമുക്ക് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്നതല്ല, അതുപോലെ തന്നെ ഇന്ത്യയിലെ സിറ്റിസൺസിനൊക്കെ ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന രീതിയിൽ നിങ്ങളത് ഒരു ടോപ്പിക്ക് തയ്യാറാക്കണം. സോ ദാറ്റ് വിൽ ബി യുവർ അസൈൻമെൻറ്റ്. ഈ അസൈൻമെൻറ്റ് ഇക്കണോമിക്സിലെ കുട്ടികൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ എക്സാം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കിനി ഒരു മൊഡ്യൂളൂടെ ഉണ്ട്, ഒരു മൊഡ്യൂൾ. അത് ഞാൻ എടുത്തു തരും. അത് നാളെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞെടുക്കാം. കഴിഞ്ഞ പോലെ അത് ടീച്ചറായിരുന്നു എടുത്തിരുന്നത്, നമ്മുടെ FC ടീച്ചർ. ഇക്കൊല്ലം ഞാൻ തന്നെ അത് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ കഴിഞ്ഞു ഞാൻ പറയാം. നോട്ട് തരാൻ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് വി ക്യാൻ സേ യൂണിറ്റ് നമ്പർ 3. ഇനി നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് നമ്പർ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇതുകൊണ്ട് ഈ യൂണിറ്റ് ഇവിടെ കൊണ്ട് തീർന്നുകൊണ്ട് നമുക്കിപ്പം തൽക്കാലം ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ അറ്റൻഡൻസ് എടുക്കാവേ.